ഹലോ. അപ്പോൾ ഇത് അവസാനത്തെ ദിവസമാണ് കേട്ടോ. ഡിസംബർ 31 കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ 2025 ഒരു ഭേദപ്പെട്ട വർഷമായിരുന്നു എന്ന് വേണം പറയാൻ. 2026 കുറച്ചും കൂടെ നല്ല വർഷമാവണമെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ വിഷൻ ബോർഡിൻ്റെ പരിപാടികളൊക്കെ എന്തൊക്കെയായി? ഞാൻ കഴിഞ്ഞ വർഷം വിഷൻ ബോർഡ് ചെയ്തിരുന്നു, പക്ഷെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ഫിസിക്കലി തന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡിൽ ഒരു 60-70% കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ നടന്നിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ച് ഒരുപാടൊന്നും പറയില്ലായിരുന്നു, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരു കാര്യം മാത്രം പറയാം, ഇതിന് പിന്നെ മാജിക് ഒന്നുമില്ല, കംപ്ലീറ്റ് ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ട്രാക്ക് ചെയ്യാൻ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ ഒരു ആവറേജ് കുട്ടികളുടെ കാര്യങ്ങൾ കേട്ടോ പറയുന്നത്, എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല. അതല്ലാത്തവർ എക്സാമൊക്കെ ആവുന്ന സമയത്തേക്ക്, എക്സാം അനൗൺസ് ചെയ്യാൻ പോകണമെന്ന് കേൾക്കുന്ന സമയത്താണ് നമ്മൾ പോയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കണതും, ഇത്ര ദിവസം കൊണ്ട് യൂണിറ്റ് ഡിവൈഡ് ചെയ്ത് ഇന്ന് ഇത്ര പഠിച്ചത്, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണത് നമ്മൾ എക്സാം അനൗൺസ് ചെയ്യുന്നതിനോടൊക്കെ അനുബന്ധിച്ചൊക്കെയാണ്. സെയിം സ്ട്രാറ്റജി നമ്മളൊരു വർഷത്തിൻ്റെ അവസാനത്തേക്ക് കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണക്കാക്കാണ് മന്ത് വൈസ്, ഇത് ഇന്ന മാസം ഇന്നത് ചെയ്യണം, അപ്പോൾ ഈ ഇയർ എൻഡോടുകൂടി ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് വിഷൻ ബോർഡ്. എല്ലാവരും ചെയ്യുക. എൻ്റെ വിഷൻ ബോർഡ് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. ശരി, ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോകണേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, നിങ്ങൾ പിൻട്രസ്റ്റിൽ കയറുക, എന്നിട്ട് വിഷൻ ബോർഡ് 2026 സെർച്ച് ചെയ്യുക. ഇഷ്ടം പോലെ വിഷൻ ബോർഡ് വരും. അതിനകത്ത് നമ്മുടെ ഐഡിയോളജിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഗോളുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷൻ ബോർഡ് ഒരു സേവ് ചെയ്യുക, ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അത് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പ്രിൻ്റ് എടുക്കണമെന്നൊന്നുമില്ല, ഫോണിൻ്റെ വാൾപേപ്പറായിട്ടോ ഗാലറിയിലോ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.